കാര്യങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ഈ വേദിയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആ വിദ്യാർത്ഥികളുടെ തലമുറയെ ഇപ്പോൾ വിളിക്കുന്നത് 2K കിഡ്സ് എന്നോ മറ്റാണ്. എനിക്കതിൻ്റെ ഗൗരവത്തിലുള്ള വിശദാംശങ്ങൾ അറിയില്ല. എന്നിരുന്നാൽ പോലും അവര് നമ്മുടെ ഇടയിലെ ഏറ്റവും പുതിയ തലമുറയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും അവർക്ക് വളരെ പുതിയതാണ്. അവരുടെ പഴയ അനുഭവമില്ല. നല്ല കുട്ടികളാണ്. വളരെ ലാഘവത്തോടെ കാര്യങ്ങളെ കാണാൻ അവർക്ക് കഴിയാറുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ പാടി കേൾക്കാറുള്ള ഒരു പാട്ടിൽ അത് വളരെ കൃത്യമായിട്ടുണ്ട്. ആ പാട്ട് നിങ്ങളെ മലപ്പുറത്തൊക്കെയുള്ള ഡെപ്സിയുടെ പാട്ടാണ്. വട്ടയപ്പം വെന്തെങ്കിൽ താട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ പോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. വെന്തെങ്കിൽ നിങ്ങൾ തന്നാലേ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, ഞങ്ങൾ പോയിക്കൊള്ളാം. അങ്ങനെ ജീവിതത്തെ വളരെ ആയാസത്തോടെ കാണുന്ന, രാഷ്ട്രീയമടക്കമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തിൽ ആലോചിക്കാത്ത, അതിനൊന്നും ചെലവഴിക്കുന്ന സമയം തങ്ങൾക്ക് ഉപകാരപ്രദമല്ല എന്ന് വിചാരിക്കുന്ന, തങ്ങൾക്ക് രസകരമായി തോന്നുന്ന കാര്യങ്ങളിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ചെലവഴിക്കാൻ മടിയില്ലാത്തൊരു തലമുറയാണവർ. ഞാനവരെ കുറ്റപ്പെടുത്തല്ല. അവരങ്ങനെ ആയതിൽ കുറെയൊക്കെ നമ്മുടെ പരിമിതികളും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു തലമുറയോടാണ് മിനിഞ്ഞാന്ന് അവസാനിച്ച യുദ്ധമടക്കമുള്ള വളരെ വലിയ കാര്യങ്ങളെക്കുറിച്ച് MSF അതിൻ്റെ സമ്മേളനങ്ങളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാന് ദേശീയ രാഷ്ട്രീയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഇന്നലെ അവസാനിച്ചത് സമ്പൂർണാർത്ഥത്തിൽ ഒരു യുദ്ധം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ഏതാണ്ട് 4 ദിവസം നീണ്ടുനിന്ന ഒരു അതിർത്തി സംഘർഷമാണ്. ആ അതിർത്തി സംഘർഷം അവസാനിക്കുമ്പോ MSFന്റെ ആദവനാട്ട് പ്രവർത്തിക്കുന്ന, ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന, ഈ നൂറ്റാണ്ടിൽ ജനിച്ച കുട്ടികൾ ആ യുദ്ധത്തെക്കുറിച്ച് അവരെന്തായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നാലോചിച്ചാൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അവർ പൊതുവെ TV കാണാറില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാം കാണാറുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട ഒച്ചപ്പാടും ബഹളവും അവരുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ടാവും. അവരൊക്കെ കണ്ടത് ഈ രാജ്യത്തെ ചാനൽ സ്റ്റുഡിയോകളിൽ നടന്ന യുദ്ധമാണ്. അതിർത്തിയിലെ സൈനികരെക്കാൾ ആവേശത്തോടെയാണ് നമ്മുടെ രാജ്യത്തെ ചാനൽ സ്റ്റുഡിയോകളിൽ കുറെ ആളുകൾ അലറി വിളിച്ചത്. കുറെ ആളുകൾ കറാച്ചി കീഴടക്കി, കുറെ ആളുകൾ ഇസ്ലാമാബാദ് കീഴടക്കി, കുറെ ആളുകൾ റാവൽപിണ്ടി കീഴടക്കി, കുറെ ആളുകൾ പറഞ്ഞത് ഇന്ത്യയുടെ കരസേന ചരിത്രത്തിൽ ആദ്യമായി അതിർത്തി മുറിച്ചു കടന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വേറെ കുറെ ചാനലുകൾ പറഞ്ഞത് ഇന്ന് പാകിസ്ഥാന് ഖിയാമത്ത് നാളാണ് എന്നാണ്. ഞാനിത് പറയുമ്പോ നമ്മളൊക്കെ ഈ രാജ്യത്തിന്റെ സൈന്യം അതിർത്തി കടന്നു വന്ന ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാൻ പാകിസ്ഥാന്റെ ആ സൈന്യത്തിനെതിരെ ഏറ്റുമുട്ടിയപ്പോ പാകിസ്ഥാൻ പറഞ്ഞയച്ച വ്യോമായുധങ്ങൾ ഒന്നും തന്നെ ഇന്ത്യൻ മണ്ണിൽ തൊടാതെ ആകാശത്ത് വെച്ച് ഇന്ത്യയുടെ സൈന്യം അത് തകർത്തെറിഞ്ഞപ്പോ നമ്മളൊക്കെ ആവേശം കൊണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ വലിയ അഭിമാനബോധം തോന്നിയിട്ടുണ്ട്. ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് മറ്റെല്ലാറ്റിനേക്കാളും വലുത് ഈ രാജ്യമാണ്. പക്ഷെ അപ്പോഴും ഇന്നൊരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ആ വാർത്താ സമ്മേളനങ്ങൾ നിങ്ങളൊന്ന് കാണണം. ഇന്ന് ആ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്ത നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ സൈനിക നേതൃത്വം, അപ്പൊ ഇതെല്ലാവരും പോകണ്ട, 2 ആളുകളോട് ഇരുന്നാളി കേട്ടോ. സൈനിക നേതൃത്വം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനം നിങ്ങൾ കാരണം, ഞാൻ ആ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുമ്പോ ഇന്ത്യയുടെ സൈന്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങൾ ആദ്യം ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ്. അതല്ലാത്ത മറ്റൊന്നും ഇന്ത്യയുടെ സൈന്യം ലക്ഷ്യം വെച്ചിട്ടില്ല. അവരുടെ അതിർത്തിയിലേക്ക് കടന്നു കയറുക, അവരുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുക, പാകിസ്ഥാന്റെ സൈന്യത്തെ പോലും, അവരുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് പോലും ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല. ആ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. യുദ്ധം ചെയ്തത്
നമ്മൾ ചാനലുകളിൽ കണ്ടവരല്ല. യുദ്ധം ചെയ്ത ഈ രാജ്യത്തിന്റെ ചാനൽ മുറികളിൽ തീവ്രദേശീയതയുടെ ഉന്മാദവാളി കത്തിച്ചവരല്ല. പിന്നെയോ ഇന്ത്യയുടെ സൈന്യമാണ്, നമ്മുടെ ജവാന്മാരാണ്. ആ ജവാന്മാരുടെ നേതൃത്വം ഇന്ന് രാജ്യത്തോട്, ലോകത്തോട് പറയാണ്, ഞങ്ങൾ പാകിസ്ഥാനെ അല്ല ലക്ഷ്യം വെച്ചത്. പിന്നെയോ ആ മണ്ണിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയുടെ മണ്ണിലേക്ക് ഭീകരവാദികളെ പറഞ്ഞയക്കുന്ന, ആ ഭീകരവാദികളെ അടവച്ച് വിരിയിച്ചെടുക്കുന്ന അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് എന്നാണ്. എന്ന് വെച്ചാൽ 4 ദിവസമായി നിങ്ങൾ കേട്ട ഒച്ചപ്പാടും ബഹളമുണ്ട്. ഈ രാജ്യത്തെ ചാനലുകൾ സൃഷ്ടിച്ച ദേശീയതയുടെ ഉന്മാദമുണ്ട്. അത് അവസാനിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഈ 3-4 വാചകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ ബാക്കിയാകുന്നുള്ളൂ. പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യക്ക് പൊറുക്കാൻ കഴിയുന്നതല്ല. ആ ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൈന്യം ലക്ഷ്യം വെച്ചത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പോലുമല്ല, അവിടുത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളാണ്. അവരുടെ സൈന്യം ആ തിരിച്ചടിയിൽ ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയിലേക്ക് സൈനികാക്രമണം നടത്തിയപ്പോ മതിയായ അളവിൽ നമ്മൾ തിരിച്ചടിച്ചു. അവരുടെ വ്യോമസേനാ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ഇപ്പോ നമ്മൾ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്രയുള്ള സംഗതി. പക്ഷെ അതിനെങ്ങനെ പൊലിപ്പിച്ച് പ്രചരിപ്പിച്ച് ഒടുവിൽ അത് അവസാനിക്കുമ്പോ അവശേഷിക്കുന്നത് എന്താണ്? നിങ്ങള് ചരിത്രം പഠിക്കുമ്പോ, നിങ്ങൾ ജനിച്ച ഈ നൂറ്റാണ്ടിന് മുൻപ് ഈ രാജ്യത്തിന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് MSFകാർ പഠിക്കുമ്പോ നിങ്ങൾ പഠിക്കേണ്ട ഒരു തീയതിയാണ് 1971 ഡിസംബർ മാസം 16-ാം തീയതി എന്ന തീയതി. ആ തീയതി നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കപ്പെടുന്നത് വിജയ് ദിവസ് എന്ന പേരിലാണ്. ആ വിജയ ദിവസം എന്ന് പറഞ്ഞാൽ 1974 പാകിസ്ഥാന്റെ സൈനിക മേധാവിയും അവരുടെ 90,000-ൽ പരം വരുന്ന സൈനികന്മാരും ആയുധം വെച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൈന്യത്തിന് മുൻപിൽ കീഴടങ്ങിയ ദിവസമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന, ഇപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഞങ്ങൾ ഇന്ത്യക്ക് മുൻപിൽ തോറ്റിട്ടില്ല എന്ന് വീരവാദം പ്രസംഗിക്കുന്ന ആ രാജ്യം ഇന്നേക്ക് 54 വർഷങ്ങൾക്ക് മുൻപ് ഡിസംബർ മാസം 16-ാം തീയതി ആ രാജ്യത്തിന്റെ സൈന്യം, പട്ടാള യൂണിഫോം അണിഞ്ഞ ആ രാജ്യത്തിന്റെ സൈനികന്മാർ അവരായുധം വെച്ച് കീഴടങ്ങി. ഒരു കീഴടങ്ങൽ രേഖ അഭിവന്ദനായ നമ്മുടെ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. എല്ലാ ആദരവോടും കൂടി അധ്യക്ഷ വേദിക്ക് വേണ്ടി പ്രിയപ്പെട്ട തങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട തങ്ങൾക്ക് മറ്റു ചില പരിപാടികളിലേക്ക് അടിയന്തരമായി പോകേണ്ടതുള്ളത് കൊണ്ട് തീർക്കട്ടങ്ങള്. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ആ ദിവസത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കൽ വല്ലാതെ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാധ്യമം 971 ആ യുദ്ധത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സന്ദേശേ ആത്തി ഹേ എന്നുള്ള ഹിന്ദി പാട്ട് നിങ്ങൾ കേട്ടിരുന്നു കുട്ടികള്? ബോർഡർ എന്ന സിനിമയിലെ പാട്ടാണ്. ആ സിനിമ യഥാർത്ഥത്തിൽ ചിത്രീകരിക്കുന്നത് ആ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ രാജസ്ഥാനിലെ ലോങ്കേവാല ബോർഡറിൽ നമ്മുടെ രാജ്യത്തിന്റെ 23 പഞ്ചാബ് റെജിമെന്റിന്റെ ഭാഗമായിരുന്ന 120 സൈനികർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തിക്ക് കാവൽ നിൽക്കുമ്പോൾ 1000-ലേറെ വരുന്ന പാകിസ്ഥാന്റെ സൈന്യം ആ സൈനിക പോസ്റ്റ് ആക്രമിക്കാനെത്തി. സ്വാഭാവികമായും ഏതാണ്ട് 60 ടാങ്കുകളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് പട്ടാളക്കാർ ഇന്ത്യ മഹാരാജ്യത്തെ ആക്രമിക്കാൻ കടന്നു വരുമ്പോ ഈ രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും പാകിസ്ഥാന്റെ മുൻപിൽ അടിയറ വെക്കരുത് എന്ന് ആഗ്രഹിച്ച ആ സൈനികർ അന്ന് ഇന്ത്യയുടെ വ്യോമസേനയുടെ സഹായം തേടി. വിമാനങ്ങൾ, പോർവിമാനങ്ങൾ പറന്നെത്തി ആ ടാങ്കറുകൾ തകർത്തെറിഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ 120 പേർക്ക് ഈ പാകിസ്ഥാൻ സൈന്യത്തെ മുൻപിൽ പിടിച്ചു നിൽക്കാനും ഇന്ത്യയുടെ ഈ ഒരു തരി മണ്ണ് പോലും അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാനും കഴിയില്ല, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന നിലക്ക് പറഞ്ഞു. 71 ഇന്ത്യയുടെ വ്യോമസേന താവളത്തിലേക്ക് ആ ഫോൺ കോൾ വരുമ്പോ അന്ന് ഇന്ത്യയുടെ വ്യോമസേന കൊടുത്ത ഒരു മറുപടി, ഇപ്പോ ഒരു വ്യോമാക്രമണം സാധ്യമല്ല. കാരണം ഇന്ത്യയുടെ കയ്യിലുള്ളത്
പരിമിതമായ യുദ്ധവിമാനങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള യുദ്ധവിമാനങ്ങൾ രാത്രി ആക്രമണം നടത്താൻ പര്യാപ്തമല്ല. അപ്പൊ ഈ സൈനികർക്ക് കിട്ടിയ നിർദ്ദേശം ആ സിനിമയിൽ അത് ചിത്രീകരിക്കുന്നുണ്ട്. ഈ സൈനികരോട് അന്ന് ഇന്ത്യൻ മിലിറ്ററിയുടെ കമാൻഡന്റ് കൊടുത്ത നിർദ്ദേശം, നേരം പുലരുന്നത് വരെ ആ 1000-നപ്പുറത്ത് വരുന്ന പട്ടാളക്കാരുടെ മുൻപിൽ നിങ്ങൾ 120 പേർ പൊരുതി നിൽക്കണം. നേരം പുലരുന്നത് വരെ നിങ്ങളിൽ അവസാനത്തെ ആളുടെ ശരീരത്തിൽ ഒരു തരി പ്രാണനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആ സൈനിക പോസ്റ്റ് അഥവാ നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഒരു തരി ഭൂമി പാകിസ്ഥാന്റെ മുൻപിൽ അടിയറ വെക്കരുത് എന്നാണ്. നമ്മുടെ ആ സൈനികർ ധീരോദാത്തമായി പൊരുതി നിന്നു. സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങൾ ഭൂമിയുടെ മാറിൽ തൊട്ട ആ നിമിഷം വ്യോമ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയുടെ സൈനിക വിമാനം പറന്നുയർന്ന് പാകിസ്ഥാന്റെ ആ പട്ടാളത്തെ നാമാവശേഷമാക്കി എന്നാണ്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത്രയും പറഞ്ഞു വച്ചത്. ഈ കഴിഞ്ഞ ദിവസം രാത്രി 2 മണി വരെ മോഡിയുടെ മടിത്തട്ടിലിരുന്ന് മോഡിക്ക് ജയ് വിളിക്കാൻ മാത്രം പരിശീലിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ നമ്മളെ ഉറക്കാതെ അവരാർത്ത് വിളിക്കുമ്പോ ആ പോർ വിമാനങ്ങൾ പാതിരാവിൽ 2 മണിക്ക് നമ്മുടെ രാജ്യത്തിന്റെ ആകാശത്തുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നമ്മുടെ രാജ്യത്തിന്റെ പോർ വിമാനങ്ങൾ ബോംബുകൾ അയക്കുമ്പോ, അതൊക്കെ തകർത്തെറിയുമ്പോ 1/2 നൂറ്റാണ്ട് മുൻപ് വ്യോമാക്രമണം പാതിരാവിൽ നടത്താനുള്ള സന്നാഹങ്ങളില്ലാതിരുന്ന ഒരു കാലത്താണ് 90,000-ഓളം വരുന്ന പാകിസ്ഥാന്റെ സൈനികർ ഇന്ത്യയുടെ പട്ടാളത്തിന് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന ആവേശകരമായ കാഴ്ച ഈ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ഇന്ദിരാ പ്രിയദർശിനിയുടെ കാലത്ത് ലോകം കണ്ടത്. ഞാൻ എന്റെ കുട്ടികളോട് ഇത് പറഞ്ഞത്, നിങ്ങൾ ഈ ആർപ്പ് വിളികളൊക്കെ കേൾക്കുമ്പോ ഈ ആയുധങ്ങൾ മുഴുവൻ ഈ നീണ്ട താടിക്കാരൻ, ഈ 56 ഇഞ്ച് നെഞ്ചളവുകാരൻ ഉണ്ടാക്കി വെച്ചതാണ് എന്ന് വിചാരിച്ചു പോവരുത്. തലമുറകളിലൂടെ നാം നേടിയെടുത്ത നമ്മുടെ സൈനിക ശക്തിയാണ് ആത്യന്തികമായി ഇന്ന് ലോകത്തിന് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് എന്ന ബോധ്യം എന്റെ കുട്ടികൾക്ക് ഉണ്ടാവാനാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാര് എന്നൊരു പക്ഷെ ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാണ്. നിങ്ങള് ഒരു കുതിരക്കാരന്റെ പേര് കേട്ടില്ലേ? പെഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞപ്പോ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്നു പേരുള്ള ആ കുതിരക്കാരൻ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് അതിർത്തി കടന്നെത്തി ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഇവിടുത്തെ 26 മനുഷ്യരെ ആ പാകിസ്ഥാൻ ഭീകരവാദികൾ മതം ചോദിച്ചു കൊലപ്പെടുത്തിയപ്പോ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ആ ഭീകരവാദികളുടെ തോക്കിൽ കയറി പിടിച്ച് അവരുടെ വെടിയുണ്ടയേറ്റ് വീണു മരിച്ച, സ്വന്തം രാജ്യത്തെ പൗരന്മാരെ രക്ഷിക്കാൻ വീണു മരിച്ച ആ കുതിരസവാരിക്കാരന്റെ പേര് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്നാണ്. നിങ്ങള് ഈ ആദവനാട്ടു നിന്ന് ഈ ലോകം മുഴുവൻ നിങ്ങൾ വളർന്നേക്കാം. രാജ്യത്തെ വലിയ വലിയ സർവകലാശാലകളിലേക്ക് നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ പറക്കാനുള്ള ചിറകുകൾ നിങ്ങൾക്ക് ലഭിക്കും. ലോകത്തിന്റെ ഒരുപാട് കേന്ദ്രങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടും. അവിടെയൊക്കെ നിന്റെ നാട് ഏതാണെന്ന്, നിന്റെ പേരേതാണെന്ന്, നിന്റെ മതം ഏതാണെന്ന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന, മതം ചോദിച്ച ആളുകളെ പരിഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്ത് ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയുന്നു, ആദവനാട്ടി കുട്ടിക്കാലത്ത് നിങ്ങൾ ജീവിക്കുന്നത് പോലെയല്ല ഈ കേരളത്തിന്റെ വെളിയിൽ നിങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. ഇവിടെ നിങ്ങൾക്ക് നിർഭയത്വമുണ്ട്. നിങ്ങളുടെ പേര് പറയുമ്പോ, നിങ്ങളുടെ മതം തിരിച്ചറിയുമ്പോ നിങ്ങളെ സംശയത്തോടെ നോക്കുന്ന കണ്ണുകൾ യാദവനാട്ടില്ല, ഈ മലപ്പുറത്തില്ല. നിങ്ങൾ വളർന്നു വലുതാകുമ്പോ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നിങ്ങൾക്ക് നേരെ സംശയത്തിന്റെ കൺമുനകൾ നീണ്ടുവരും. നിങ്ങളുടെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ പേര് തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ വിശ്വാസം തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഭീകരവാദികളെന്നും ദേശദ്രോഹികളെന്നും ചാപ്പ കുത്താൻ അവിടെ ആളുണ്ടാവും. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഈ മുസ്ലിം സ്വത്വം, ഈ ഐഡന്റിറ്റി, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് നിങ്ങളുടെ തലയിലെ ഹിജാബ് അതൊരു ബാധ്യതയായി തോന്നും. എന്തൊരു പ്രശ്നമാണിത്, എന്തൊരു പ്രാരാബ്ദാണിത്. ഇവര് പേരിട്ടപ്പോ മര്യാദക്ക് ഒരു പേരിട്ടുകൂടെ? ഈ പേര് കൊണ്ട് ഇവിടെ നടക്കാൻ വയ്യാതായിരിക്കുന്നു. ഈ ഹിജാബ് മൂലമാണ് ഞാൻ തിരിച്ചറിയപ്പെടുന്നത്. ഈ ഹിജാബ് കാരണമാണ് ഈ കൂർത്ത നോട്ടങ്ങളെ എനിക്ക് നേരിടേണ്ടി വരുന്നത്. എന്റെ ഈ സ്വത്വമാണ് ഓരോ നിമിഷവും ദേശദ്രോഹിയുടെ, രാജ്യദ്രോഹിയുടെ ചാപ്പ പേര് ജീവിക്കാൻ എന്നെ നിർബന്ധിക്കുന്നത് എന്ന ഒരു അപകർഷതാ ബോധം
നിങ്ങൾക്ക് തോന്നിയാൽ അതിനെ മറികടക്കുക എന്നതാണ് MSFന്റെ രാഷ്ട്രീയത്തിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്നെന്റെ കുട്ടികൾക്ക് ബോധ്യപ്പെടാനാണ് ഞാൻ ഈ പറയുന്നത്. ശരിയാണ്, ഇവിടെ ഒരു കൂട്ടർ ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൂട്ടർ ദേശദ്രോഹികളുടെ ചാപ്പ ഒരു സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരിപ്പോഴും ഈ രാജ്യത്തിന്റെ തെരുവുകളിലുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ ഇപ്പൊ ബാക്കിയാവുന്ന എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യ മഹാരാജ്യത്ത് ഈ വെറുപ്പിന്റെ തിളനില എത്രത്തോളം ഉയർന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നിങ്ങൾ കേണൽ സോഫിയ ഖുറൈഷിയെ കണ്ടില്ലേ? ഇന്ത്യയുടെ ഒരു പട്ടാള ഓഫീസർ. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഒരാഴ്ച മുൻപാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പഞ്ചറൊട്ടിച്ച് ജീവിക്കുകയാണ് എന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരിഹസിച്ചത്. അതേ പ്രധാനമന്ത്രിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു ഇന്ത്യ മഹാരാജ്യത്ത് ഈ സമുദായത്തിലെ കുട്ടികൾ പഞ്ചറൊട്ടി കളിക്കല്ല, പിന്നെയോ ഈ രാജ്യത്തിന്റെ പോർ വിമാനം പറത്താൻ പോലും അവർ പര്യാപ്തരാണ് എന്ന് ബോധ്യപ്പെടുന്ന ഈ കാലം കേണൽ സോഫിയ ഖുറൈഷി, അവരോടൊപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, അവരുടെ കൂടെ നിങ്ങളൊരു പുരുഷനെ കണ്ടിരുന്നില്ല? ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് വിക്രം മിശ്രി എന്നാണ്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു വാക്ക് അധികമാകാതെ, ഒരു വാക്ക് കുറഞ്ഞു പോകാതെ, ഒട്ടും ആവേശമില്ലാതെ ഈ 4-5 ദിവസക്കാലം ഇന്ത്യയുടെ സൈന്യം നടത്തിയ ഇടപെടലുകൾ, ആ പോരാട്ടത്തിന്റെ ഗാംഭീര്യം, അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ, അതിനെക്കുറിച്ച് ഒട്ടും അതിശയോക്തിയില്ലാതെ ലോകത്തോട് സംസാരിച്ച മനുഷ്യൻ, ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയ ഈ നാളുകളിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാവായി ലോകത്തോട് സംസാരിച്ച ആ മനുഷ്യൻ, സത്യത്തിൽ ഈ രാജ്യം അയാളെ ആദരിക്കേണ്ട സമയമാണിപ്പോ. ഈ രാജ്യം അയാളെ ബഹുമാനിക്കേണ്ട സമയമാണ്. 140 കോടി ഇന്ത്യക്കാരുടെ വീർപ്പ് മുട്ടിക്കുന്ന സ്നേഹം അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കേണ്ട ഈ ദിവസം ആ ഓഫീസർ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിവെച്ചിരിക്കാന്ന് വെച്ചാൽ ആ അക്കൗണ്ടിലേക്ക് ആർക്കും കയറാൻ കഴിയില്ല. കാരണം അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ഒരൊറ്റ വരിയിൽ ഇന്നലെ വൈകിട്ട് 15:55 അഥവാ 3:55 പകൽമണി 3:55 പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിച്ചതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഇതാ ഫയറിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് പറഞ്ഞത്. ആ ഫയറിംഗ് അതിനു മുൻപ് പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇന്ത്യ അതിന്റെ ആയുധങ്ങൾ താഴെ വെക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഡൊണാൾഡ് ട്രംപിന് ധൈര്യമുണ്ടാകുന്ന മട്ടിൽ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ട്രംപ് എന്ന സായിപ്പിന്റെ മുൻപിൽ അടിയറവച്ച നരേന്ദ്രമോദി, അയാൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. ആർക്ക്? ദേശദ്രോഹത്തിന്റെ ചാപ്പയും പേറി ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ മുതുകത്ത് അത് അടിക്കാൻ തേടി നടക്കുന്ന ഇവിടുത്തെ RSSന്റെ സംഘപരിവാറിന്റെ ആളുകൾ, അവരാ മനുഷ്യനെ അസഭ്യം പറഞ്ഞു, അയാളെ ദേശദ്രോഹി എന്ന് വിളിച്ചു. തീർന്നില്ല. അയാളുടെ മകളുണ്ട്, നിങ്ങളെ പോലെ ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലെ നിയമ വിദ്യാർത്ഥിയാണ്, ഡിഡോൺ മിശ്രി എന്നാണ് അവരുടെ പേര്. ആ പെൺകുട്ടിയുടെ അടക്കം ചിത്രങ്ങൾ വലിച്ചിട്ട് പച്ച തെറിവിളിച്ചപ്പോ തന്റെ മകളെപ്പോലും തെറിവിളിക്കുന്നത് സഹിക്കവയ്യാതെ 5 നാൾ ഈ രാജ്യത്തിന് വേണ്ടി ലോകത്തോട് സംസാരിച്ച ആ മനുഷ്യര് അദ്ദേഹത്തിന്റെ പ്രൊഫൈല് പൂട്ടിവെക്കേണ്ടി വന്നു എന്നാണ്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ ആര് എന്ന് നമുക്കിപ്പോ ബോധ്യപ്പെടാൻ അല്ലേ? സൗദി അറേബ്യയിൽ നിന്ന് പാഞ്ഞു വന്നല്ലോ ഇങ്ങോട്ട്. എന്തിനാ വന്നത്? ഇന്ത്യ മഹാരാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, എന്നാ കശ്മീരിൽ പോണ്ടേ? ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ, അവിടെ പരിക്കേറ്റവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് കാണേണ്ട? പോയിട്ടില്ല, അവിടേക്ക് പോയിട്ടില്ല. പിന്നെയോ നേരെ പോയത് ബീഹാറിലേക്കാണ്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടികൾ, ഇവിടുത്തെ കോൺഗ്രസ്, പാർലമെന്റിൽ 5 അംഗങ്ങളുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി, BJPയുടെ നയങ്ങളെ, മോഡിയുടെ നയങ്ങളെ, രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് അതിനിശിതമായി വിമർശിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളൊക്കെ പോയില്ലേ സർവകക്ഷി യോഗത്തിന്? ഇവിടെ പോയിട്ട് പറഞ്ഞല്ലോ, ഇപ്പോ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നില്ല, ഇപ്പോ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നില്ല. കാരണം ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഒറ്റക്കെട്ടാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ നൽകണം. നിങ്ങൾ അറിയേണ്ടത്, അതുമായി ബന്ധപ്പെട്ട 3 സർവകക്ഷി യോഗങ്ങളിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതുവരെ പങ്കെടുത്തിട്ടില്ല.
ഇന്ത്യയുടെ പട്ടാളം ഇത് ആയുധം താഴെ വെക്കാൻ പോകുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന നാണക്കേടിനെ കുറിച്ച് അയാൾ വാ തുറന്നിട്ടില്ല. നരേന്ദ്രമോദി അല്ല, RSS അല്ല ഈ രാജ്യത്തെ യഥാർത്ഥ ദേശപ്രേമികൾ എന്ന് പറയുന്നത്. 2 മക്കള് നിങ്ങളുടെ പ്രായമുള്ളവര്. ഒരാളിന്റെ പേര് സെയിൻ അലി, ഒരാളിന്റെ പേര് ഉർവ ഫാത്തിമ. പെൺകുട്ടിക്ക് വയസ്സ് 12, ആൺകുട്ടിക്ക് വയസ്സ് 10. മിനിഞ്ഞാന്ന് പുഞ്ച് എന്ന് പറയുന്ന കശ്മീരിലെ ആ ഗ്രാമത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഷെല്ലുകൾ പതിച്ചപ്പോ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ 2 ധീരദേശാഭിമാനികൾ. അവർ നിങ്ങളെപ്പോലത്തെ മക്കളാണ്. ആ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഒരാൾ, അയാളുടെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ്. അയാൾ അവിടുത്തെ മദ്രസയിലെ അധ്യാപകനാണ്. അയാൾ ഇന്ത്യൻ മണ്ണിൽ വീണു മരിച്ചത് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഷെല്ലാക്രമണത്തിലാണ്. നിങ്ങൾ കണ്ട ആ ചാനലുകളിലെ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് ആർത്തു വിളിച്ച നരേന്ദ്രമോദി എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ കഷ്ണവും നിന്നിട്ട് വെറുപ്പിന്റെ കോട്ടിട്ട് വെറുപ്പിന്റെ നാവ് കൊണ്ട് ഉളുപ്പില്ലാതെ ഈ രാജ്യത്തെ വിഭജിക്കുന്ന ഈ രാജ്യത്തെ മാധ്യമങ്ങൾ അവർ അയാളുടെ ഫോട്ടോ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കൊല്ലപ്പെട്ടവൻ ഇവൻ ഭീകരവാദിയാണ്, ലഷ്കർ കമാൻഡറാണ്. അവിടുത്തെ മനുഷ്യർ പറഞ്ഞു, അയാളൊരു ഭീകരവാദിയല്ല, അയാളൊരു ലഷ്കർ കമാൻഡറുമല്ല, ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാവം മദ്രസ അധ്യാപകനാണ്. അദ്ദേഹത്തെ കൊന്നത് പാകിസ്ഥാനികളാണ്. പാകിസ്ഥാന്റെ ഷെല്ല് വീഴുന്നു, അവിടെ 15 പേർ മരിക്കുന്നു. ആ 15 പേരിൽ ഒരാൾ മാത്രം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഭീകരവാദിയാകുന്നു. അയാളുടെ ചിത്രം കൊടുത്തിട്ട് ഇയാൾ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറാണ് എന്ന് പറയുന്നു. ഞാൻ ആദ്യം എൻ്റെ പെൺകുട്ടികളോട് പറഞ്ഞു, നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ഉത്തരേന്ത്യയുടെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഈ ഹിജാബിന്റെ പേരിൽ കൂർത്ത നോട്ടങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളോട് പറയുന്നു, നിങ്ങളുടെ പേരിന്റെ പേരിൽ, നിങ്ങളുടെ ഈ സ്വത്വത്തിന്റെ പേരിൽ ഈ രാജ്യത്തു നിങ്ങൾ വേട്ടയാടപ്പെട്ടേക്കാം. നിങ്ങളെ ഭയപ്പെടുത്താനല്ല, ഒരു വലിയ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. ആ മനുഷ്യരെ മാത്രം തെരഞ്ഞുപിടിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തീവ്രവാദിയാക്കിയത്. അയാളുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്, അയാളുടെ മുഖത്ത് താടി രോമങ്ങളുണ്ട്, അയാളുടേത് കേട്ടാൽ തിരിച്ചറിയാവുന്ന ഒരു മുസ്ലിം പേരാണ് എന്നതുകൊണ്ടാണ്. സ്നേഹമുള്ള കുട്ടികളെ, ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങളുടെ മുൻപിൽ 2 സാധ്യതകളുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വത്വത്തിന്റെ എല്ലാ ആവിഷ്കാരങ്ങളെയും അടിയറ വെച്ചിട്ട് ഇവിടെ സുരക്ഷിതരായി ജീവിക്കാം. പക്ഷെ അപ്പോ നിങ്ങൾ ഭീരുക്കളായി പോകും. അങ്ങനെ നിങ്ങളുടെ പോയ തലമുറകൾ ഭീരുക്കളായിരുന്നെങ്കിൽ ഈ മലപ്പുറം ഉണ്ടാകുമായിരുന്നില്ല, ഈ നാടിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകുമായിരുന്നില്ല. അവർ ധീരരായതുകൊണ്ടാണ് 2000-ത്തിനു ശേഷം ജനിച്ച നിങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യത്തിലെ പൗരന്മാരായി ജനിച്ചത്. നിങ്ങളുടെ ആ വെല്ലുപ്പമാരുടെ പോരാട്ട വീറിന്റെ തുടർച്ചക്കാരാവുക. അവരുടെ ആ സമരത്തിന്റെ ആ സമരയാത്രയുടെ ഇങ്ങേ തലക്കല കണ്ണികളാവുക. ആ കണ്ണികളാകുന്ന എങ്ങനെ എന്ന ചോദ്യത്തിന് ഈ കാലം നിങ്ങളെ പഠിപ്പിക്കുന്ന ഉത്തരത്തിന്റെ പേരാണ് MSF എന്ന അഭിമാന ബോധത്തോടെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മുന്നോട്ട് പോവുക. ഇനി കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോൾ ആ യുദ്ധകാലത്ത് ഒരു നേതാവ്, അദ്ദേഹം എൻ്റെ പഴയൊരു സുഹൃത്താണ്, അദ്ദേഹം M സ്വരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. എന്താണ് ആ പോസ്റ്റിന്റെ മലയാളം? ആ പോസ്റ്റിൽ പറഞ്ഞത്, അതിർത്തിയിലെ പൂരമാണ് നിങ്ങൾക്ക് യുദ്ധം. നിങ്ങളിങ്ങനെ യുദ്ധവെറിയന്മാരാവരുത്, നിങ്ങൾ യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ വല്ലാതെ സംസാരിക്കരുത്. അപ്പൊ ഇവിടുത്തെ കുറെ ചാനലുകളൊക്കെ പറഞ്ഞു സ്വരാജിൻ്റെത് ബഹുകേമം നിലപാടാണ്. എല്ലാവരും യുദ്ധമെന്ന പൊതുബോധത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ അയാൾ ധൈര്യം കാണിച്ചു, അല്ലേ? CPM-ന്റെ ഗ്രാഫ് ഒന്ന് ഉയർന്നു, സ്വരാജിന്റെ ഗ്രാഫ് ഒന്ന് ഉയർന്നു. ലോകത്ത് ബാക്കിയുള്ളവർ മുഴുവൻ യുദ്ധവെറിയന്മാരും ഇവർ മാത്രം സമാധാനത്തിന്റെ ആൾക്കാരുമായി. എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് യുദ്ധം എന്ന പേരിൽ നിങ്ങളുടെ നാട്ടുകാരനായ ഒരാൾ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇവിടെ ആ കുട്ടികൾ പിന്നെ അനൗൺസ് ചെയ്യുമ്പോൾ നജാഫ് എന്നെ കളിയാക്കണം, നിങ്ങൾ ലിറ്ററേച്ചർ എഴുതിയ ആളാണെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് സാഹിത്യം എഴുതിയെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ അങ്ങനത്തെ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഈ പാർട്ടിയുടെ യുവജന സംഘടനക്ക് ചില സമരയാത്രകളിൽ അത് നടന്നു മടുക്കുമ്പോൾ പാടാൻ എളുപ്പത്തിന് 4 വരികൾ കൊണ്ടാണ് എന്ന് സെയ്ദ് മുനഫർ ശാബ്ദങ്ങളും PK ഫിറോസും പറഞ്ഞപ്പോൾ ഞാൻ 3-4 വരികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അവർ നല്ലാതെ നിർബന്ധിച്ചപ്പോൾ
നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന എൻ്റെ ഈ അറുമോറൻ ശബ്ദത്തിൽ ഞാനത് പാടുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ കവിത എഴുതുക, വമ്പിച്ച് സാഹിത്യം എഴുതുക, അങ്ങനത്തെ ഒരു ദ്രോഹവും എൻ്റെ ഈ ആയുസിനിടയ്ക്ക് ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ മനോഹരമായ ഒരു കവിത നിങ്ങളുടെ നാട്ടുകാരനായ ഒരാൾ കഴിഞ്ഞ വർഷം എഴുതിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്തെ ജില്ലാ ലീഗിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് KM ഗഫൂർ എന്നാണ്. നിങ്ങളൊക്കെ അറിയുന്ന ആളാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. ആ കവിതയിലെ ഗഫൂർക്ക പറഞ്ഞൊരു കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ കേരളത്തിലിരുന്ന് CPM-ന്റെ ഒരു നേതാവ് യുദ്ധത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ ഇവിടുത്തെ കുറെ ചാനലുകൾ പാടിപ്പുകഴ്ത്തുമ്പോൾ സ്വരാജിന്റെ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള നെറുകേടുകളെ ചൂണ്ടിക്കാണിച്ച ഞങ്ങളിൽ ചിലര് ആ മാധ്യമങ്ങൾ യുദ്ധവെറിയന്മാരായി ചിത്രീകരിക്കുമ്പോൾ ആ കവിത ഉദ്ധരിച്ച് എൻ്റെ പ്രിയപ്പെട്ട MSF-ന്റെ കുട്ടികളോടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കവിത ഇങ്ങനെയാണ്: പന്ത് കളിച്ച് ജനൽ പൊട്ടിച്ചതിൻ്റെ പേരിൽ മക്കളെ തല്ലുന്ന, കഞ്ഞിയിൽ ഉപ്പ് കൂടിപ്പോയതിൻ്റെ പേരിൽ പാത്രം വലിച്ചെറിയുന്ന, അങ്ങനെയാണ് കവിത തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പന്ത് കളിക്കുമ്പോൾ കുട്ടികൾ ജനൽ പൊട്ടിക്കുക, നമ്മൾ പോയിട്ട് ആ കുട്ടിയെ തല്ലുക. വീട്ടിൽ ഭാര്യ കഞ്ഞി ഉണ്ടാക്കി തരുമ്പോൾ ലേശം ഉപ്പ് കൂടുക, എന്നാൽ നമ്മൾ കുറച്ച് വിദ്വാന്മാർ ആ ദേഷ്യത്തിന് ആ പാത്രം വലിച്ചെറിയുക. തേക്കിൻ കുറ്റിയുടെ പേരിൽ അയൽക്കാരനെ ചീത്ത വിളിക്കുന്ന, അയൽക്കാരൻ്റെ പറമ്പിലൊരു തേക്കിൻ കുറ്റി, അതൊത്ത അതിരിൻ്റെ നടുക്ക്, അതിപ്പോൾ നിങ്ങളുടേതാണോ നമ്മുടേതാണോ എന്നൊരു തർക്കം വരുമ്പോൾ അയൽക്കാരൻ്റെ ഉപ്പാക്ക് വിളിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി അവസാനം പറഞ്ഞത് അങ്ങാടിയിലെ കൊരിമരം മറിച്ചതിൻ്റെ പേരിൽ എതിർ പാർട്ടിക്കാരനെ വെട്ടിക്കൊല്ലുന്ന നമ്മൾ വളർന്നു വലുതായതല്ലേ യുദ്ധം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതൊക്കെ യുദ്ധമല്ലേ? ഇതൊക്കെ ക്രൂരതയല്ലേ? അറിഞ്ഞുകൂടാത്തൊരു കുട്ടി അവൻ പന്ത് തട്ടി കളിക്കുമ്പോൾ ഒരു ജനല് പൊട്ടിയാൽ അവനെ പിടിച്ച് തല്ലുക. തിരക്ക് പിടിച്ച് എല്ലാ ജോലികളും ചെയ്ത ഭാര്യ കഞ്ഞിണ്ടാക്കി ടേബിളിൽ വെച്ചപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കൂടിപ്പോയി പാത്രം വലിച്ചെറിയുക. അയൽക്കാരൻ്റെ പറമ്പിൽ നിൽക്കുന്ന തേക്കിൻ കുറ്റി എൻ്റെതാണെന്നിട്ട് പറഞ്ഞിട്ട് അയാളുടെ ഉപ്പാക്ക് വിളിക്കുക. ഇതിനൊക്കെ അപ്പുറത്ത് ഈ അവസാനത്തെ വരി ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടാന്നറിയോ? അങ്ങാടിയിലെ കൊടിമരം മറിഞ്ഞതിൻ്റെ പേരിൽ എതിർ പാർട്ടിക്കാരനെ വെട്ടിക്കൊല്ലുക. ആ നെറികേട് ഈ കേരളത്തിൽ ചെയ്തത് ആരാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ MSF-ന്റെ കുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു പേരുണ്ട്. ഈ ആദവനാട്ട് എനിക്കറിയാം, നിങ്ങൾ ഈ MSF-ന്റെ സമ്മേളനം നടത്തുമ്പോൾ ഇവിടെ ഇരിക്കുന്ന യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ, ഇവിടുത്തെ ലീഗിൻ്റെ നേതാക്കന്മാർ, അവര് നിങ്ങളുടെ രക്ഷിതാക്കളെ പോലെ കൂടെ ഉണ്ട്. ആദവനാട്ട് അങ്ങാടിയിൽ ഞാൻ MSF ആണെന്ന് പറയാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ MSF ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിന് സ്വന്തം ജീവൻ തന്നെ പകരം കൊടുക്കേണ്ടി വന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേരാണ് ഷുക്കൂർ എന്ന് പറയുന്നത്. അവനെ കൊലപ്പെടുത്തിയ കേസിൻ്റെ വിചാരണ ഇപ്പോൾ എറണാകുളത്തെ CBI കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കോടതിയിൽ ആ കേസ് നടക്കുമ്പോൾ ആത്തിക്ക ഉമ്മ എന്ന ഷുക്കൂറിൻ്റെ അഭിഭാഷകൻ, ആത്തിക്ക ഉമ്മ എന്ന ഷുക്കൂറിൻ്റെ ഉമ്മയുടെ അഭിഭാഷകൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. അദ്ദേഹത്തോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആ കോടതിയിൽ പോയിരുന്നു. ആ കോടതിയിലെ പ്രതിക്കൂട്ടിലപ്പോൾ 10-40 പേർ നിരന്നു നിൽപ്പുണ്ട്. അതിൽ 38 പേരെയും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. പക്ഷെ 2 പേരെ എനിക്ക് നല്ല പരിചയമാണ്. 2 പേരും CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരാണ്. അവർ 2 പേരും MLA-മായിരുന്ന ആൾക്കാരാണ്. അതിലൊരാൾ P ജയരാജനാണ്. എന്ന് വെച്ചാൽ ജയരാജന് ഷുക്കൂറിൻ്റെ മുത്തശ്ശനാവാൻ പ്രായമുണ്ട്. മുത്തശ്ശനാവാൻ പ്രായമുള്ള ജയരാജൻ പ്രതിയായി വന്നു നിൽക്കുന്നത് 19 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കൊലപാതക കേസിലാണ്. നാട് മുഴുവൻ ഇപ്പോ യുദ്ധത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ട് മര്യാദരാമന്മാർ ചമയുന്ന CPM മനസ്സിലാക്കിക്കോ. KM ഗഫൂറിന്റെ കവിതയിലെ അവസാനത്തെ വരിയിൽ പറഞ്ഞ ആ കൊടിമരത്തിന്റെ കാല്, അതാണ് അവിടെ പ്രശ്നം. ജയരാജൻ എന്ന് പറയുന്ന എഴുന്നള്ളുമ്പോൾ എല്ലാവരും തിണ്ടാപ്പാടകല മാറി നിൽക്കണമെന്ന് CPM തീട്ടൂരമിറക്കിയിട്ടുള്ള കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ജയരാജന്റെ വഴിയുടെ കുറുകെ ചാടി. ആ കുട്ടി ചെയ്ത തെറ്റ് അല്ലേ? അതിന് ഒരു നായ്ക്കുട്ടിയാണ് ജയരാജന്റെ വണ്ടിയുടെ കുറുകെ ചാടിയതെങ്കിൽ അതിനെ വെറുതെ വിടും. പക്ഷെ ഇതൊരു മനുഷ്യ കുഞ്ഞായപ്പോ, അവന്റെ കൈകളിലെ പതാക MSF ആയപ്പോ, അവന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയം മുസ്ലിം ലീഗായപ്പോ തീർത്താ തീരാത്ത പകയുണ്ടായി അവർക്ക്. ഇതുപോലൊരു മൈതാനത്തിന്റെ നടുവിൽ ഏതാണ്ട് 6 മണിക്കൂർ വിചാരണ നടത്തി ആ കുട്ടിയെ ഇവർ കൊലപ്പെടുത്തി. എന്റെ ചോദ്യം, ആ കുട്ടികളെ നിരത്തി നിർത്തി അവരുടെ ഫോട്ടോ എടുത്ത് തിരിച്ചറിയൽ പരേഡ് നടത്തി ഒരു കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിട്ട്
ഷുക്കൂറിന്റെ ഫോട്ടോ മാത്രം തിരിച്ചു വന്നപ്പോഴാണ്, അഥവാ ആ 6 പേർക്കിടയിൽ കൊല്ലപ്പെടേണ്ടവൻ ഇവനാണ് എന്ന് ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് CPM-ന്റെ ആരാച്ചാർമാർ തീരുമാനിച്ചപ്പോഴാണ് ഷുക്കൂർ എന്ന് പറയുന്ന കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കേരളം ഇന്നും വേദനയോടെ ഓർക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം അത് നടന്നത് അപ്പോഴാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, മുത്തശ്ശന്റെ പ്രായമുള്ള ജയരാജൻ ആ കേസിലെ പ്രതിയാണ്. അയാൾ ഒരു വാക്ക് പറയാണ്, സംഗതി ആ കുട്ടി എന്റെ വണ്ടിയുടെ വട്ടം ചാടിയില്ല എന്നുള്ള തർക്ക വിഷയമാണ്, പക്ഷെ ചാടി എന്ന് വിചാരിക്കുക, അവൻ എന്റെ വാഹനം അതിലെ പോകുമ്പോ അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോ എന്റെ വാഹനത്തിന് നേരെ നോക്കി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോ എന്റെ വണ്ടിയുടെ നേരെ ഒരു കൊടി വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും കൊല്ലണ്ട, ജീവനോടെ വിട്ടേക്ക്. നിങ്ങൾ അടി കൊടുത്തല്ലോ, നിങ്ങൾ തല്ലിയല്ലോ, ഇനി ചെയ്യരുത് എന്ന് താക്കീത് കൊടുത്തല്ലോ, അവനെ കൊല്ലാതെ വിട്ടേക്കൂ. അവനൊരു കൗമാരക്കാരനല്ലേ, അവനെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ ഉണ്ടാകും, അവന്റെ കൂടപ്പിറപ്പുകൾ ഉണ്ടാകും, അവന്റെ വീട്ടുകാരും നാട്ടുകാരും ഉണ്ടാവും. അവനെ വെറുതെ വിട്ടേക്കൂ എന്ന് ഇയാൾ പറഞ്ഞിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ഷുക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഇവരുടെ കയ്യിൽ സൈന്യമില്ലാത്തതുകൊണ്ട്, യുദ്ധം ചെയ്യാൻ തൽക്കാലം ആവതില്ലാത്തത് കൊണ്ട് അവര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാവുകയാണ്. അവരാരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങള് അവർ മാത്രമുള്ളയിടത്ത് പോകണം. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോകണം. ഇവിടുത്തെ SFI-കാരൻ മാത്രം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ പോകണം. അവിടെ നിങ്ങൾ MSF-ന്റെ കൊടി നാട്ടിയാൽ, MSF-ന്റെ മുദ്രാവാക്യം വിളിച്ചാൽ ഈ ഗുണ്ടാപ്പട അവിടെ ചാടി വീഴും. ആ ഗുണ്ടാപ്പടയുടെ നേതാവായിരുന്നു സ്വരാജ്, ആ ഗുണ്ടാപ്പടയുടെ തലവനായിരുന്നു സ്വരാജ്. ആ സ്വരാജിന്റെ സമാധാന പ്രസംഗത്തിന് കേരളത്തിലെ ചാനലുകൾ എത്ര കൈയടിച്ചാലും ഷുക്കൂറിനെ ഓർക്കുന്ന, ഷുഹൈബിനെ ഓർക്കുന്ന, കൃപേഷിനെ ഓർക്കുന്ന, ശരത് ലാലിനെ ഓർക്കുന്ന ഞങ്ങള് ഈ കാട്ടുകള്ളന്മാരുടെ, ഈ കൊലപാതകികളുടെ സമാധാന പ്രേമത്തെ ഈ കേരളത്തിന്റെ മണ്ണിൽ തുറന്നു കാണിക്കും. ഞങ്ങളുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമുള്ള കുട്ടികളെ, നിങ്ങൾ ആദവനാട്ട് MSF-കാരനായിരിക്കുക എന്നത് ഇറ്റ്സ് ആൻ ഈസി ബിസിനസ്. പക്ഷേ ഈ ആദവനാടല്ലാത്ത, മലപ്പുറമല്ലാത്ത പ്രദേശങ്ങളുണ്ട്. നിങ്ങൾ റാലിയിൽ നടന്നു, മുദ്രാവാക്യം വിളിച്ചു. നിങ്ങളിൽ എത്ര പേർ നാളെയും ഈ സംഘടനയുടെ സജീവ പ്രവർത്തകരായി തുടരുമെന്ന്, ഈ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകരാകുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ദഫ്മുട്ടുണ്ടായി കാണും, ഇവിടെ പാട്ടുണ്ടായി കാണും, ഇവിടെ DJ ഉണ്ടായി കാണും, വീടുകളിൽ നിന്ന് നിർബന്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളിൽ കുറെ പേർ ഈ പതാക ഇന്നു പിടിച്ചത് അതിനായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ പതാക താഴെ വെക്കരുത്. അത് ധീരതയുടെ പതാകയാണ്. നിങ്ങൾക്കു നേരെ ആളുകൾ സംശയത്തോടെ നോക്കുമ്പോൾ, നിങ്ങളുടെ ദേശക്കൂറിനെ ചോദ്യം ചെയ്യുമ്പോൾ, ലോകത്തിന്റെ ഏതു കോണിൽ പോയാലും MSF-ന്റെ പതാക എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൽ ഞാൻ ഉയർത്തിക്കെട്ടിയ എൻ്റെ ആത്മാഭിമാനത്തിന്റെ നിലപാടിന്റെ പ്രതീകമാണ്. എൻ്റെ ഈ സ്വത്വത്തെ ഒരു പൊന്നു തമ്പുരാന്റെയും മുന്നിൽ ഭയപ്പെട്ട് അടിയറ വെക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു യഥാർത്ഥ MSF-കാരൻ ഉണ്ടാകുന്നത്. ഞാൻ ആദവനാട്ടു കണ്ട അത്രയും, ഒരുപക്ഷെ ആദവനാട്ടു കണ്ടതിനേക്കാളേറെ ഈ രാജ്യത്തിന്റെ ഒരുപാട് ക്യാമ്പസുകളിൽ MSF-കാരെ കണ്ടിട്ടുണ്ട്. അവിടെ ഇത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് വിരൽ ചൂണ്ടുന്ന ABVP-കാരന്റെ കൺമുന്നിലൂടെ ഈ പതാക വാനിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇത് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൈമാറി തന്ന അഭിമാനബോധത്തിന്റെ പതാകയാണ് എന്ന് പ്രഖ്യാപിച്ച മുദ്രാവാക്യം വിളിച്ച് നീങ്ങുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ, വളർന്ന് വലുതാവാൻ കഴിയട്ടെ, അവരിൽ ഒരാളാവാൻ കഴിയട്ടെ. ലോകത്തിന്റെ ഏതു കോണിൽ പോയി എവിടെ ജീവിച്ചാലും എന്റെ ഉള്ളിൽ ആളുകത്തുന്ന സ്വത്വബോധത്തിന്റെ ഒരു കൊടിമരമുണ്ടാകും. ആ കൊടിമരത്തിന്റെ തുഞ്ചത്ത് എന്റെ കൽവിൽ അഭിമാനത്തിന്റെ ഈ പച്ച പതാക ആയുസിന്റെ അവസാനത്തെ നിമിഷം വരെ പാറിക്കളിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഈ സമ്മേളനം എന്റെ പ്രിയപ്പെട്ട MSF-കാർക്ക്